ഇന്നത്തെ യാത്ര സെൻട്രൽ ലണ്ടനിലേക്കാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഹീത്രൂ എയർപോർട്ടിന്റെ പരിസരത്താണ്, അതായത് ഹൗൺസ്ലോ എന്ന ടൗണിൽ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ട്യൂബ് എടുത്ത് നേരെ സെൻട്രൽ ലണ്ടൻ പോകാനാണ് ഇന്നത്തെ പ്ലാൻ. ഈ ആഴ്ച അവിടെ ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. അത് കാണുക എന്നതാണ് മെയിൻ ഉദ്ദേശം. ലണ്ടനിലെ എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടിലും ഉപയോഗിക്കാവുന്ന ഒരു ട്രാവൽ കാർഡാണ് ഓയിസ്റ്റർ കാർഡ്. നമ്മളിപ്പോൾ അത് ടോപ്പ് അപ്പ് ചെയ്യുകയാണ്. ഇതുപോലെ കാർഡ് സ്വൈപ്പ് ചെയ്ത് കയറുകയും ഇറങ്ങുകയും ചെയ്താൽ പേയ്മെന്റ് അതിൽ നിന്ന് എടുത്തോളും. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ മെട്രോ റെയിൽ സംവിധാനമാണ് ലണ്ടനിലെ അണ്ടർഗ്രൗണ്ട് അഥവാ ട്യൂബ്. ഇതിൽ 11 പ്രധാന റൂട്ടുകളും 270 പരം സ്റ്റേഷനുകളുമുണ്ട്. ഈ മാപ്പിൽ പല കളറിൽ കാണുന്നത് ഓരോ ലൈൻസ് അഥവാ റൂട്ടാണ്. നമ്മൾ ഇന്ന് പിക്കാഡിലി ലൈനാണ് എടുക്കുന്നത്. നമുക്ക് പോകേണ്ട സ്ഥലം സൗത്ത് കെൻസിംഗ്ടൺ. അവിടെ ഇറങ്ങി മറ്റൊരു ലൈനിലുള്ള ട്യൂബ് പിടിച്ച് വേണം ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്താൻ. 1863 ആരംഭിച്ച ലണ്ടൻ ട്യൂബ് 160 വർഷത്തിലേറെയായി ലണ്ടൻ നഗരത്തിലെ പ്രധാന ഗതാഗത മാർഗമാണ്. ട്യൂബിന്റെ മാപ്പ് ആദ്യമായി കാണുന്നവർക്കത് വളരെ കോംപ്ലക്സ് ആയി തോന്നിയേക്കാം. നിറങ്ങൾ കൊണ്ട് വേർതിരിച്ച് നിരവധി ലൈനുകൾ, ഇന്റർചേഞ്ചസ്, അണ്ടർഗ്രൗണ്ട് ആൻഡ് ഓവർഗ്രൗണ്ട് കണക്ഷൻസ് ഇവയൊക്കെ ചേർന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ട്രാൻസ്പോർട്ട് സിസ്റ്റമാക്കി ഇതിനെ മാറ്റിയിരിക്കുന്നു. ദിവസവും ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ട്രാവൽ നെറ്റ്വർക്ക് ഉപയോഗപ്പെടുത്തുന്നത്. 160 വർഷങ്ങൾക്ക് മുന്നേ ഇത്ര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു അണ്ടർഗ്രൗണ്ട് സംവിധാനം ഇവർ പ്ലാൻ ചെയ്തെടുത്തു എന്നുള്ളത് വളരെ ഇംപ്രസീവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മളങ്ങനെ ആദ്യത്തെ സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇത് സൗത്ത് കെൻസിംഗ്ടൺ എന്നൊരു സ്റ്റേഷനാണ്. ഇവിടുന്ന് നമുക്ക് ലൈൻ മാറണം. നമ്മൾ ഡിസ്ട്രിക്ട് ആൻഡ് സെൻട്രൽ ലൈൻ എടുത്തിട്ട് സ്ലോൻ സ്ക്വയർ എന്ന സ്ഥലത്തോട്ടാണ് ഇനി പോകുന്നത്. ഈ ട്യൂബ് വരുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിപ്പോൾ ഓവർഗ്രൗണ്ടിലൂടെയാണ് ഓടുന്നത്. ഇതിന്റെ റൂട്ടിൽ ഇത് പലപ്പോഴും അണ്ടർഗ്രൗണ്ടിലൂടെയും ഓവർഗ്രൗണ്ടിലൂടെയും മാറി മാറി ഓടും. പ്രധാന റൂട്ടുകളിലെല്ലാം എല്ലാ 4-5 മിനിറ്റിലും സർവീസസ് ഉണ്ട്. എങ്കിലും പീക്ക് ടൈമിൽ വൻ തിരക്കായിരിക്കും. ഇതിപ്പോൾ ഉച്ചസമയം ആയതുകൊണ്ട് വലിയ തിരക്കില്ല. 2 ഭാഗത്തും സീറ്റുകളുടെ മുകളിലായി ഇതുപോലെ ഈ റൂട്ടിലെ സ്റ്റോപ്പുകളുടെ പേരുകൾ എഴുതി കാണിക്കും. ഓരോ സ്റ്റേഷനിലും ഏത് സൈഡിലെ ഡോറാണ് തുറക്കുകയെന്നും ഏതൊക്കെ സ്റ്റോപ്പിലാണ് മറ്റ് ലൈൻസിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതെന്നും ഉള്ള ഇൻഫർമേഷനൊക്കെ ഇവിടെ ഉണ്ടാകും. ഈ കാണുന്ന LED സ്ക്രീനിൽ അടുത്തതായി വരാനുള്ള സ്റ്റോപ്പിന്റെ പേര് ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ടാവും. കൂടാതെ സ്റ്റോപ്പ് എടുക്കാറാവുമ്പോൾ അതിന്റെ അനൗൺസ്മെന്റും ഉണ്ടാകും. നമ്മുടെ ഫൈനൽ സ്റ്റോപ്പ് എത്തി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യം കണ്ട കാഴ്ച ഇതാണ്. പലതരത്തിൽ അലങ്കരിച്ച സൈക്കിൾ റിക്ഷകൾ. 20 പൗണ്ട് കൊടുത്താൽ ഫ്ലവർ ഷോ നടക്കുന്ന ഏരിയകളിലൂടെയൊക്കെ നമ്മൾ കൊണ്ടുപോകും. ട്രെയിൻ സ്റ്റേഷന് മുന്നിലുള്ള മറ്റൊരു കാഴ്ചയാണിത്. ചൂരൽ കൊണ്ടുണ്ടാക്കിയ പലതരം മൃഗങ്ങളുടെ രൂപങ്ങൾ. ഈ വർഷം ഇതുവരെയുള്ളതിൽ ഏറ്റവും ചൂട് കൂടിയ ദിവസമാണിന്ന്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ലണ്ടനിൽ ജനപ്രവാഹമാണ്. നല്ലൊരു ശതമാനം ആളുകളും നമ്മളെപ്പോലെ തന്നെ ചെൽസി ഇൻ ബ്ലൂം എന്ന ഈ ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഈ കാണുന്ന കാഴ്ചകളെല്ലാം അതിൻ്റെ തന്നെ ഭാഗമാണ്. ലണ്ടൻ നഗരത്തിലെ ചെൽസി എന്ന് വിളിക്കപ്പെടുന്ന ഈ ഏരിയയിൽ 2006 മുതൽ നടത്തിവരുന്ന ഒരു ഫ്ലവർ ഫെസ്റ്റിവലാണ് ചെൽസി ഇൻ ബ്ലൂം. എല്ലാ വർഷവും മെയ് മാസത്തിലെ അവസാന ആഴ്ച, അതായത് സ്പ്രിംഗ് സീസണിന്റെ അവസാന ആഴ്ചയാണ് ചെൽസി ഇൻ ബ്ലൂം നടക്കുന്നത്. ചെൽസിയിലെ റോഡുകളും കടകളും ഹോട്ടലുകളുമെല്ലാം പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് ഒരു ഓപ്പൺ എയർ ആർട്ട് ഫെസ്റ്റിവലായി മാറും. ടൂറിസവും പ്രാദേശിക ബിസിനസ്സുകളും പ്രോത്സാഹിപ്പിക്കാനാണ് ഇത്തരം ഒരു ആഘോഷം നടത്തുന്നത്. ഓരോ വർഷവും ഈ അലങ്കാരങ്ങൾക്ക് ഒരു തീം ഉണ്ടാകും. ഈ വർഷം ഇതിന്റെ തീം ഔട്ട് ഓഫ് ദിസ് വേൾഡ് എന്നതാണ്. അതുകൊണ്ട് തന്നെ സ്പേസ്, ഏലിയൻസ്, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ഡ്രാഗൺസ് അങ്ങനെ അത്ഭുതകരമായ ഫ്ലവർ ഡിസ്പ്ലേകൾ ഈ വർഷം കാണാം. ഈ കാണുന്നത് ഒരു യൂണിക്കോൺ ആണ്. ഓരോ കടകൾക്ക് മുന്നിലും അവരുടെ ബിസിനസ്സിന് അനുയോജ്യമായ എന്നാൽ ഈ വർഷത്തെ തീമിനോട് യോജിച്ചു പോകുന്ന തരം ഫ്ലവർ ഡിസ്പ്ലേകൾ ഒരുക്കിയിരിക്കുന്നത് കാണാം. ഇതൊരു സൂപ്പർ മാർക്കറ്റാണ്. ഇതിനു മുന്നിൽ പച്ചക്കറിയുടെ ഷേപ്പിൽ സ്പേസ് ഷിപ്പും പ്ലാനറ്റ്സും ഒക്കെ അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നു. റോഡിനപ്പുറം നിന്ന് നോക്കിയാൽ ഇത് ബെൽ പെപ്പറും ക്യാരറ്റും ആപ്പിളും മുളകും ഒക്കെയായി തോന്നിയേക്കാം. ഈ കാഴ്ചകൾ കണ്ടിങ്ങനെ നടക്കാൻ രസമാണെങ്കിലും ഇന്ന് ചൂടൽപ്പം അസഹനീയമാണ്. ലണ്ടൻ നഗരത്തിന്റെ മധ്യഭാഗത്ത് തന്നെയാണ് ഇങ്ങനെയൊരു സംവിധാനം. കുട്ടികൾ പൊതുവെ വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടപ്പെടുമെങ്കിലും ഇന്നത്തെ ചൂടിൽ ഇത് വലിയൊരു അനുഗ്രഹമാണ്. 1920-30 കാലഘട്ടത്തിൽ പോലീസ് ഉപയോഗിച്ചിരുന്ന ഒരു കോളിംഗ് ബോക്സ് ആണിത്. ഇപ്പോഴും സംരക്ഷിക്കുന്നു. ഈ കാണുന്നത് ഒരു മെർമെയ്ഡ് ആണെന്ന് തോന്നുന്നു. ഇത്തവണ കൂടുതൽ ഡിസ്പ്ലേകളും സ്പേസ് തീമിലുള്ളതാണ്. ഐസ്ക്രീം കോണുകളിലുള്ള പ്ലാനറ്റ്സ് നോക്കൂ. ചില കടകളിൽ പ്ലാസ്റ്റിക് പൂവുകളും ഇലകളും ഉപയോഗിക്കുമ്പോൾ നല്ലൊരു ശതമാനം ഡിസ്പ്ലേയും ഒറിജിനൽ പൂവുകൾ ഉപയോഗിച്ചുള്ളതാണ്. ഇതുപോലുള്ളവ. ഇവിടെ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ലില്ലി ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല മണമാണ്. ഏലിയനെ കണ്ട സ്ഥിതിക്ക് കൂടെയുള്ള സ്പേസ് മാനെ കൂടി കാണാം. ഒരു ബൊട്ടീക്കാണ് ഈ കാണുന്നത്. പൂക്കൾ കൊണ്ട് തുന്നിയ ഒരു വെഡ്ഡിംഗ് ഗൗൺ. വലിയ ബ്രാൻഡഡ് ഷോപ്പുകളും ബാങ്കുകളുമെല്ലാം
ഇത്തരത്തിൽ അലങ്കരിച്ചിരിക്കുന്നു. ഇതിനൊക്കെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ ഇവിടെ വലിയ തിരക്കാണ്. ചെൽസി ഇൻ ബ്ലൂം എന്നത് പൂക്കളുടെ ഒരു പ്രദർശനം മാത്രമല്ല, പ്രകൃതി, കല, ഫാഷൻ എന്നിവ ഒരുമിക്കുന്ന ഒരു സാംസ്കാരിക ആഘോഷം കൂടിയാണ്. റോഡ് സൈഡിൽ കണ്ട മറ്റൊരു കൗതുകകരമായ കാഴ്ചയാണിത്. ഇതൊരു ബെന്റ്ലി ബെന്റിയാഗയാണ്. ഇതിൻ്റെ കളറ് കണ്ടിട്ടാണ് നമ്മൾ ആദ്യം ശ്രദ്ധിച്ചത്. ആദ്യം ഈ ഒരു കഫേയുടെ മുന്നിൽ വെറുതെ നിർത്തിയിട്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു. എന്നാൽ സംഗതി അങ്ങനെയല്ല. ഈ കഫേയുടെ ഭാഗമൊക്കെയാണ്, പക്ഷേ ഇതൊരു കോഫി ബാർ കൂടിയാണ്. കാറിൻ്റെ ബൂട്ടിൽ കോഫി മെഷീനും മറ്റും സെറ്റ് ചെയ്ത് അവിടെ നിന്ന് തന്നെ കോഫി വിൽക്കുന്നു. വെറൈറ്റി ഐഡിയ ആയതുകൊണ്ട് തന്നെ വാങ്ങാൻ ഇഷ്ടംപോലെ ആളുമുണ്ട്. UK മാർക്കറ്റിൽ തന്നെ ഏകദേശം 2.5 കോടിയോളം രൂപ വില വരുന്ന വണ്ടിയാണ് ഇതെന്ന് ഓർക്കണം. വഴിയിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു റോൾസ് റോയ്സ് കൂടെ കാണിച്ച് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.